നമ്മുടെ മനസ്സിലൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ നമ്മൾ തേടി വരും. നമ്മൾ പൈസ തേടി പോകേണ്ട കാര്യമില്ല. പിന്നെ ഒരാൾ ഏൺ ചെയ്യുന്നത് ഈ പറഞ്ഞ ഒരു 10 years അല്ലെങ്കിൽ ഒരു 5 years അവൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമായിരിക്കും അവൻ ഇപ്പം മേടിക്കുന്നൊരു എമൗണ്ട്. ആ എമൗണ്ട് കണ്ടിട്ട് അവനെ ഒരിക്കലും ഒരു ബിഗിനർ ജഡ്ജ് ചെയ്യരുത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അത് അങ്ങനെ ആവാൻ പറ്റും എന്ന് ജഡ്ജ് ചെയ്യരുത്. കാരണം അവൻ്റെ ക്യാമറയിൽ കാണിക്കുന്ന കുറച്ച് ടെക്നിക്കൽ സൈഡുകളും അല്ലാന്നുണ്ടെങ്കിൽ ക്യാമറയിൽ അവൻ കൊണ്ടുവരുന്ന കുറച്ച് ഫ്രെയിമിങ്ങുകളും ആണ് അവനെ ആ ഒരു ലെവലിൽ അങ്ങനെ കൊണ്ടുവന്നത്. അവൻ്റെ ടാലൻറ്റുമാണ്. അന്നേരം ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. Especially when it comes to the wedding. വെഡിങ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയണ്ടേ, മരണക്കിണർന്ന് പറയാൻ കറക്റ്റ്. 6 മണിക്കൂർ ഓടേണ്ട മരണക്കിണർ. സത്യമല്ലേ? ഒന്ന് ആലോചിക്കേ, 6 മണിക്കൂർ തലചുറ്റുന്ന പരിപാടികളല്ലേ കേരളത്തിൽ നടക്കുന്നത്. എന്തൊക്കെയാ നടക്കുന്നത്? രാവിലെ ബ്രൈഡ് വീട്ടിൽ നിന്ന് മേക്കപ്പ് പാർലർ നടക്കുന്നു, വീട്ടിൽ പോകുന്നു, ദക്ഷിണ കൊടുക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഓടിച്ചോർത്തി വരുന്നു, ഓടിച്ചോർത്തി 2, 3, 4 സാരിയൊക്കെ. ഈ സാരി എല്ലാം ഫുഡും കഴിച്ചു വരുമ്പോഴത്തേക്ക് അവർ തളരും. എന്നാൽ പോലും എന്തെങ്കിലും സാധനം മിസ്സായി.